കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഡിസംബർ 24. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7 അധ്യായം 14 വാക്യം. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 1:23. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41:13. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉൽപ്പത്തി 28:15. വിശ്വസ്തത പാലിക്കുക, നീതിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. യെശയ്യാ 26:2. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചുഴഞ്ഞു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്നെ ജനത്തെ വലയം ചെയ്യുന്നു. സങ്കീർത്തനം 125:2. പ്രിയപ്പെട്ടവരെ, ഈ വചനത്താൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ദൈവം എന്താണ് നമ്മളോട് പറയുന്നത്? ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ചതും അങ്ങനെയുള്ളവരെയാണ് ഭാഗ്യവാൻ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ വചനം നിറവേറ്റാറുണ്ടോ? കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞത്? ഈ ചെറിയവനിൽ ഒരുവന് നിങ്ങൾ ഈ സഹായം ചെയ്യുമ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തത് എന്നല്ലേ കർത്താവ് പറയുന്നത്. അപ്പം നമ്മൾ ചെറിയവരെ അന്വേഷിക്കാറുണ്ടോ? ചെറിയവനെ അന്വേഷിക്കുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. കുറേ കൊട്ടും കുരവയും കുറേ ആഡംബരങ്ങളും എല്ലാം കാണിച്ചു കൂട്ടുമ്പോൾ ദൈവം പ്രസാദിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഈ ചെറിയവനിൽ ഒരുവനെങ്കിലും നിങ്ങൾ ഈ സഹായം ചെയ്തപ്പോൾ അതെനിക്ക് തന്നെയാണ് ചെയ്തത്. എന്നെ കണ്ടുകൊണ്ടും എന്നെ മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അങ്ങനെ പറയുവാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? നമ്മളുടെ ഒരുക്കം എവിടം വരായി? ഇന്ന് രാത്രിയിൽ കുറേ പൂത്തിരി കത്തിച്ച്, കമ്പത്തിരിയെല്ലാം കത്തിച്ചു, കുറേ ആഡംബരങ്ങളെല്ലാം കാണിക്കുമ്പോഴാണോ യേശു പ്രസാദിക്കുന്നത്? യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിച്ചു, യേശു വളർന്നു, യേശു വലുതായി, യേശു അത്ഭുതങ്ങൾ കാണിച്ചു, യേശു ശിഷ്യന്മാരുടെ കൂടെ നടന്നു, അപ്പം ഭക്ഷിച്ചു, വചനം പ്രഘോഷിച്ചു, യേശു ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചു. അതിനുശേഷം യേശുവിനെ എല്ലാവർക്കും അറിയാം, യേശുവിനെ കുരിശിൽ തറച്ചു. എന്തിനു വേണ്ടിയാണ് യേശുവിനെ കുരിശിൽ തറച്ചത്? പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്ന് ഈ യാചനകളെല്ലാം അനുഭവിക്കണമെന്നും ഇതെല്ലാം ഇങ്ങനെല്ലാം സംഭവിക്കണമെന്നും പിതാവ് തന്നെ കൽപ്പിച്ചതുകൊണ്ടാണ് പുത്രൻ കുരിശ് വഹിച്ചത്. ആ പുത്രൻ കുരിശുമരണം ഏറ്റിട്ട് ആ കുരിശുമരണത്തിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവം, നമ്മളുടെ കൂടെ നടക്കുന്ന ദൈവം, നമ്മളുടെ കൂടെ ആയിരിക്കുവാൻ ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയ യേശു, ആ യേശുവിൻ്റെ വരവിന് നമ്മൾ കാത്തിരിക്കുമ്പോൾ യേശുവിനെ പോലെ നമ്മൾ ജീവിക്കുവാൻ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെറിയവരിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രൂപയുടെ സഹായമാണോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമാണോ, അല്ലെങ്കിൽ ഒരു സഹായമാണോ, ഒരു കൈത്താങ്ങാണോ, അത് നമ്മൾ ചെയ്തിരിക്കണം. അല്ലാതെ പ്രിയപ്പെട്ടവരെ, ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ദൈവം നമ്മളിൽ വസിക്കുമെന്ന് തീരുമാനിക്കരുത്. അത് തെറ്റാണ്. എത്രയോ ചെറിയവർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, ഇവനാണ്
ഇവന് വേണ്ടിയാണ് നിങ്ങൾ സഹായിക്കേണ്ടത്, ഇവൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സഹായിക്കേണ്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി സഹായിക്കുമ്പോൾ ദൈവം സന്തോഷിക്കും. അതാണ് ക്രിസ്മസ്. രോഗികളെ സന്ദർശിക്കുക, അവശരെ സഹായിക്കുക, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുക, നഗ്നനെ ഉടുപ്പിക്കുക, സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. ഇതല്ലേ ക്രിസ്മസ്? അങ്ങനെ നമുക്കൊരു നല്ല ക്രിസ്മസ് ആഘോഷിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ അത് അർഹതയുള്ളവർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസ് ദിനത്തിൽ കർത്താവ് ഒരുപാട് നന്മകൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം എവിടെയും മഹത്വപ്പെടുവാൻ നമ്മളിലൂടെ ഇടപെടട്ടെ എന്ന് നമുക്ക് അതിയായി ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മളിൽ നിലനിന്ന് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ശക്തിയാൽ നമ്മളെ വളർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഈ ക്രിസ്മസിൽ നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കണം, എളിയവൻ എവിടെയെങ്കിലും ഉണ്ടോ അവനെ സഹായിക്കുവാൻ നാം ആഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്മസ് ദിനം വളരെ വലുതായി മാറട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരം നമ്മളുടെ എല്ലാവരുടെയും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ നമ്മളെ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.